നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി, ബിഗിനേഴ്സിനൊക്കെ പറ്റാവുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് സോയാ സോസ്, ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. ഇതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഒരു സെമി ഫ്രൈ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ പാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതേ എണ്ണ തന്നെ ചിക്കൻ വറുത്ത എണ്ണയുണ്ടല്ലോ, ആ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3-4 പച്ചമുളക്, 2-3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് വഴന്നതിന് ശേഷം കുറച്ച് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചതച്ച മുളക് ഒരു 1.5 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കെച്ചപ്പ് ഒഴിച്ചെടുക്കുന്നുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്. അത് ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതിലിപ്പോൾ ഉണക്കമുളക് ആയിട്ട് ചതച്ച മുളകാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരല്പം ഗ്രേവിക്ക് ഉപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ പകുതിയും കൂടി പിഴിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 സെക്കൻഡ് ഇതൊന്ന് നന്നായിട്ട് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ തവണത്തെ ഈസ്റ്ററിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എന്നാൽ ശരി, പോയിട്ട് വരാം.